country is everywhere, always be together. ആഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ലോകത്താകമാനം മുലയൂട്ടലിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വ്യാപകമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ലോക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദരിദ്രനും പട്ടിണിയൊക്കെ ആയിട്ടുള്ള രാജ്യങ്ങളിൽ മുലപ്പാൽ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സാഹചര്യം പോലും ഇപ്പോഴും നിലവിലുണ്ട്. യുദ്ധവും ദുരന്തവും പ്രതിസന്ധികളും ഒക്കെ അങ്ങനെ വേറെയും മുലപ്പാൽ കിട്ടാതെ തന്നെ കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ മുലയൂട്ടലിന്റെ പിന്തുണ എല്ലാവർക്കും നൽകാം എന്ന ക്യാമ്പയിൻ ലോകത്താകമാനം ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. നമ്മൾ തിരുവമ്പാടിയിൽ ഈ പരിപാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. റോട്ടറി മിസ്റ്റി മെഡോസ് നമ്മുടെ സംയുക്തം എന്ന് പറയേണ്ടതില്ല, ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞു. തിരുവമ്പാടിയിൽ എല്ലാ മേഖലയിലും നമ്മളോട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ വനിത ബിന്ദു ജോൺസൺ അവர்களാണ്. അവരെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അവர்களാണ്. അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ കെ വി അവരെ പങ്കെടുക്കുന്നുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരു അതിഥി കൂടി നമ്മളെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ CHCയിലെ ഹെൽത്ത് സൂപ്പർവൈസർ മജീദ് സാറാണ്. സാറിനെ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് ഈ പരിപാടിയുടെ സംഘാടകർ കൂടിയായിട്ടുള്ള നമ്മുടെ മിസ്റ്റി മെഡോസിന്റെ ഹാരിസേട്ടൻ, അതുപോലെ തന്നെ ഡോക്ടർ സന്തോഷ് NS, ബെസ്റ്റി ഡോക്ടർ, അതുപോലെ നമ്മുടെ ഈ ഇതിന്റെ സംഘാടക സമിതിയുടെ ഷാജി ഫിലിപ്പ് ഈ മിസ്റ്റിയുടെ ട്രഷററാണ്. അതുപോലെ തന്നെ ICDS നിന്ന് രതി ടീച്ചർ, മറ്റ് ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗ് KMCTയിലെ നേഴ്സിംഗ് സ്റ്റുഡൻസ്, അതുപോലെ നിങ്ങളുടെ ട്യൂട്ടറായിട്ടുള്ള അമൃത ട്യൂട്ടർ, അതുപോലെ മറ്റ് അമ്മമാര്, സിസ്റ്റർമാര്, ബാക്കി ബന്ധപ്പെട്ട ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾ, മുഴുവൻ ആളുകൾ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ദിനാചരണത്തിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും ഒത്തുചേരാറുണ്ട്. മുലയൂട്ടൽ ദിനാചരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പോഷണ ഗുണമുള്ള അമൃത് അമ്മയിൽ നിന്നാണ് ആ കുഞ്ഞിന് ആദ്യമായി തന്നെ ലഭിക്കുന്നത്. ഒട്ടനവധി പ്രതിരോധ ശേഷിയുള്ള, ശക്തിയുള്ള ഒരു ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. ഈ വർഷം അതിൻ്റെ സന്ദേശമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വിടവുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മുലയൂട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് അമ്മമാരൊക്കെ, എല്ലാ അമ്മമാരുമല്ല, ചില അമ്മമാരെങ്കിലും തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യം ക്ഷയിക്കുമോ എന്ന ശങ്കയോട് കൂടി കാണുന്ന അമ്മമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ രാജ്യം ഏറെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നേരത്തെ HI സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ലഭിക്കാതെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ വർഷവും വളരെ പ്രാധാന്യത്തോടു കൂടി മുലയൂട്ടൽ വാരാചരണം നമ്മുടെ രാജ്യത്താകമാനം, ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പല ഘട്ടങ്ങളിലും അമ്മമാർക്ക് ഒരുപക്ഷെ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം മുലപ്പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ST കോളനികളിലും അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള പല കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ആ വിടവുകളെല്ലാം നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ ദിനത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അതിനുള്ള എല്ലാവിധ പിന്തുണയും നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖല തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം
കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ രംഗത്തെ ഒരു ദിനാചരണവും മുടക്കാതെ നടത്താൻ അവർക്ക് സാധിക്കാറുണ്ട്. അതിന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വലിയ പിന്തുണ നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ അത്രമാത്രം സജ്ജമാണ്. അതിനോട് കൂടെ റോട്ടറി ക്ലബിന്റെ പുതിയ റോട്ടറി മെഡോസ് നമ്മുടെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ ആരോഗ്യ രംഗത്ത് ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം കഴിയുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബിന്ദു ജോൺസിനെ ആദരവ് ക്ഷണിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. റോട്ടറി മിസ്റ്റി മെഡോസ് ക്ലബിൻ്റെ ഭാരവാഹികളായിട്ട് എത്തിയിരിക്കുന്ന പ്രസിഡന്റ് ഹാരിസേട്ടൻ, സെക്രട്ടറി ബെസ്റ്റ് ഡോക്ടർ, സന്തോഷ് ഡോക്ടർ, ട്രഷറർ ഷാജി, അതുപോലെ തന്നെ CHSയിൽ നിന്ന് എത്തിയിരിക്കുന്ന മജീദ് സാർ, പ്രിയപ്പെട്ട HI അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ലോക മുലയൂട്ടൽ വാര ദിനാചരണം എന്ന രീതിയിൽ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടായി ആദ്യം ഉണ്ടാകുന്ന ഒരു പാല് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിൽ വരുന്ന കൊളസ്ട്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലാണ്. പലപ്പോഴും പണ്ടുകാലത്തൊന്നും അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നിരോധിച്ചിരുന്നു. ആദ്യം പ്രസവിച്ച ഉടനെ വേറെ അമ്മമാരുടെ പാല് കുടിപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. പക്ഷേ ഏറ്റവും പോഷക സമ്പുഷ്ടവും ആന്റിബോഡികളും നിറഞ്ഞ ഒരു പാലാണ് ആദ്യം വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാല്. അത് കുഞ്ഞുങ്ങളെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുകയും അതോടൊപ്പം അവരുടെ ദഹന വ്യവസ്ഥയെ സുഗമമാക്കുന്നതിനും കൂടി ആ പാല് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർബന്ധമായിട്ടും പറയാറുണ്ട്, എല്ലാ കുട്ടികൾക്കും പ്രസവിച്ച ഉടനെ നമ്മുടെ ജന്തു വിഭാഗത്തിൽപ്പെട്ട ജന്തുക്കൾക്ക് പോലും അങ്ങനെയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ പാല് കറന്നു കളഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പം ബോധവൽക്കരണം നടത്തി നമ്മളെല്ലാവരും ഇപ്പോൾ അതിനൊരു പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. എല്ലാവരും ആദ്യത്തെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ പോകാറുണ്ട്. അതുപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 വയസ്സ് വരെ കുട്ടികൾ മുലപ്പാല് കുടിക്കുമായിരുന്നു. 1-ാം ക്ലാസ്സിൽ പോയി തിരിച്ചു വന്ന് പാല് കുടിക്കുന്ന കുട്ടികളെ പോലും എനിക്കറിയാമായിരുന്നു. അതുപോലെ മുലപ്പാല് അന്ന് സമ്പുഷ്ടമായിട്ട് നമ്മുടെയൊക്കെ കാരണവന്മാരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നതും ഈ പാലിൽ നിന്നായിരുന്നു. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് നമ്മുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ നിർത്തലാക്കി ഫാസ്റ്റ് ഫുഡുകൾ അടക്കം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാ അമ്മമാരുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുപ്പി ഉണ്ടാകും, പുറത്തോട്ട് പോവുക. പണ്ടത്തെ അമ്മമാർക്കൊന്നും ആ കുപ്പിയില്ലായിരുന്നു. അവരുടെ കയ്യിൽ ഉള്ള മുലപ്പാലായിരുന്നു ഏതവസ്ഥയിലും അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എപ്പോഴും കുപ്പിപ്പാലിനോട് ആശ്രയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു രീതി. അതോടൊപ്പം പ്രതിരോധശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളെ ഒരു ചെറിയ മഴ നനഞ്ഞാൽ പോലും ജലദോഷവും പനിയും പിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറി തീർന്നതും ഈ ഒരു ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അവർക്ക് വേണ്ട വിറ്റമിൻസ് മുലപ്പാലിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. പണ്ടുകാലത്തെ അമ്മമാർക്ക് ഇത്രയും വൈറ്റമിൻ പോഷകാഹാരങ്ങളൊന്നും കിട്ടാഞ്ഞിട്ട് പോലും അത്രയും ദീർഘകാലം മുലയൂട്ടാൻ അവർക്ക് പാല് ലഭിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ അമ്മമാർക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പോഷകസമ്പുഷ്ടമായ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ അമ്മമാര് ജീവിച്ചു പോകുന്നത്. അവർ പക്ഷേ 2 വയസ്സാകാൻ നോക്കിയിരിക്കുകയാണ് കുട്ടിയുടെ മുലപ്പാൽ കുടി നിർത്താൻ വേണ്ടി. അതുവരെ പോകുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രസവിച്ച് 3 മാസം കഴിയുമ്പോൾ ഇവിടുന്ന് അമ്മമാര് UK, ഇംഗ്ലണ്ടിലെ രാജ്യങ്ങളിലേക്ക് പോകും. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതായ അവരുടെ ജന്മാവകാശമാണ് മുലപ്പാൽ ലഭിക്കുക എന്നുള്ളത്. അതാണ് നിന്നു പോകുന്നത് എന്നും കൂടിയുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം അവരെ രോഗത്തിലേക്ക് ഓരോ രോഗത്തിനുള്ള പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തലമുറയെങ്കിലും ഇത് പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കുന്നതിന് വേണ്ടി പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കി കഴിവതും മുലപ്പാൽ കൊടുത്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് മാത്രമാണ് ഈ ദിനത്തിൻ്റെ സന്ദേശമായിട്ട് പറയാനുള്ളത്. ഇന്ന് വേറൊരു ഓർമ്മ ദിനവും കൂടിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, 1945 ഓഗസ്റ്റ് 6-ന് അമേരിക്ക അണുബോംബ് കൊണ്ടുവന്ന് ഹിരോഷിമയിൽ വിക്ഷേപിച്ചതിൻ്റെ ഒരു ദുരന്തം നടന്നതിൻ്റെ ഒരു ഓർമ്മ ദിനവും കൂടിയാണ് ഇന്ന്. ഇനിയും അങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാകരുത്. 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചതോടുകൂടി അത് തീരണം. 3-മതൊരു ലോകമഹായുദ്ധത്തെ അഭിമുഖീകരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്
മൂലയൂട്ടൽ വാരാചരണത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ മക്കൾ പുറത്താണ്. അപ്പോൾ എൻ്റെ മരുമോള് ജോലിക്ക് പോകുമ്പോൾ ഈ മുലപ്പാൽ പമ്പ് ചെയ്തെടുത്തിട്ട് വെളുപ്പിനെ ജോലിക്ക് പോകണം. സമയം അവിടെയും വ്യത്യസ്തമാണല്ലോ. ഓരോ കുപ്പികളിലാക്കിയിട്ട് വെക്കും. റിസർവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോകുന്നത്. രാവിലെ കൊടുക്കാനുള്ളത്, ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളത്, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് കൊടുക്കാനുള്ളത്, അങ്ങനെ അവർ പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ ഒരു സൗകര്യം കിട്ടുന്നുള്ളൂ. കൂടെ ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നാട്ടിൽ അമ്മയുടെ മുലപ്പാലിന് വേണ്ടിയിട്ട് അത് കിട്ടാതെ എത്രയോ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അപ്പം അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനിച്ച ഉടനെ അവനവൻ്റെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ ഈ വേദിയിലും സദസ്സിനുമുള്ള മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തികളുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഒക്കെ മുലയൂട്ടലിൻ്റെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ വന്ന സമയത്തുള്ളിൽ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ ഹോമിയോ ഡോക്ടറാണ്. കുറേ കാലങ്ങളായിട്ട് പിള്ളേരെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ശരിക്കും ഒരു അമ്മ നന്നായിട്ട് മുലയൂട്ടുക, അതൊക്കെ പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മുലയൂട്ടുന്ന അല്ലാതെ സ്നേഹത്തോടെ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുന്ന എല്ലാ അമ്മമാരുടെ മക്കളും നല്ല മക്കളായിട്ടാവുന്നില്ല. കാരണം വെച്ചാൽ ആ സ്നേഹവും കരുതലും ആ കുഞ്ഞിന് അനുഭവിക്കാം. ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പിള്ളേർ ഈ എന്താ പറയുക, ഒത്തിരി തടികടയായിട്ട് അല്ലെങ്കിൽ അമ്മമാരെ അപ്പനെയൊക്കെ അനുസരിക്കാതെ വരുന്ന ഒത്തിരി പേര് കാണുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ എന്താ പറയുക, സത്യത്തിൽ അവരുടെ ഫാമിലീസ് നമ്മൾ പഠിക്കുമ്പോഴും ഇതൊക്കെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാമിലികളുണ്ടാവും. പക്ഷെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ മുലയൂട്ടുമ്പോൾ ആ അമ്മ കൊടുക്കുന്ന ഒരു എന്താ പറയുക കരുതലും സ്നേഹവും അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പോഷകങ്ങൾ കിട്ടുന്നതിനൊപ്പം അവൻ്റെ വ്യക്തി ജീവിതത്തെ രൂപപ്പെടുന്നതിനകത്ത് ഈ അമ്മ ചേർത്ത് പിടിക്കുന്ന ആ നിമിഷങ്ങൾ വിലപ്പെട്ടതാണെന്നുള്ള ഒരു സന്ദേശം മാത്രം നൽകുന്നുണ്ട്. അതുപോലെ എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. നന്ദിയോട് ബ്ലോക്ക് PSC സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറെ അഭിമാനിക്കാറുണ്ട്. DMO ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. തിരുവമ്പാടി PSCയിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി നല്ല രീതിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടീമാണ് തിരുവമ്പാടിയിലുള്ളത്. അത് ഗ്രാമപഞ്ചായത്തിന്റെ സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ഇവിടെ ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ മറ്റൊരു PSCയിലും ഈ പ്രോഗ്രാം നടത്തുന്നതായി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗുരുവട്ടൂരാണെങ്കിലും കോടഞ്ചേരി ആണെങ്കിലും കൂടഞ്ഞി ആണെങ്കിലും ഈവൻ മുക്കമാണെങ്കിൽ പോലും ഇന്നത്തെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നടപ്പിലാക്കുന്നത് തിരുവമ്പാടി PSCയാണ്. നമ്മുടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പിന് 365 ദിവസങ്ങളുണ്ടെങ്കിൽ ഏകദേശം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഓരോ ദിനങ്ങളാണുള്ളത്. അതുപോലെ ദിനങ്ങളാണെങ്കിലും മാസാചരണങ്ങളാണെങ്കിലും വാരാചരണങ്ങളാണെങ്കിലും ദ്വൈവാരാചരണങ്ങളാണെങ്കിലും ഏത് പ്രോഗ്രാം സുനിയറിന് കൊടുത്തു കഴിഞ്ഞാൽ സുനിയർ വളരെ നല്ല രീതിയിൽ നടത്താറുണ്ട്. അതിന് സുനിയറിനെയും അതുപോലെ PSCയുടെ തലവനായ പ്രിയ മേഡത്തെ ഞാൻ വളരെ ആദ്യമായി ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തിരുവമ്പാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനും അതിലുപരി ഇവരോട് സഹകരിക്കുന്ന റോട്ടറി ട്രസ്റ്റിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 1993 തൊട്ടാണ് മുലയൂട്ടൽ വാരം ആചരിച്ചത്. അത് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും കൂടി സംയുക്തമായി ചേർന്ന് ഇങ്ങനെ മുലയൂട്ടൽ സഖ്യം, ലോക മുലയൂട്ടൽ സഖ്യം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു അസോസിയേഷൻ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഒരു മുലയൂട്ടൽ വാരം ആഗസ്റ്റ് 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ആചരിച്ചത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കുട്ടികൾക്ക് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് എല്ലാവർക്കും അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മമാർക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് കുട്ടികൾക്കുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ
ഇങ്ങനെ ഒരു വാരം സംഘടിപ്പിക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവം ശരിക്കും രൂപീകരിക്കുന്നത് ഒരു 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മെയിനായിട്ടുള്ള ആ സ്വഭാവം രൂപീകരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് പോകും. പിന്നെ നമ്മൾ സോഷ്യലായിട്ട്, അതായത് സാമൂഹികമായിട്ട് നമ്മുടെ ടീച്ചേഴ്സും വിദ്യാലയങ്ങളിൽ നിന്നുള്ള രീതിയിൽ ആ ഒരു ഡെവലപ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ കുട്ടികളുടെ സ്വഭാവത്തിന് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അമ്മമാരും അമ്മയും അച്ഛനുമായിട്ടുള്ള ആ ഫാമിലിയാണ്. അപ്പോൾ അമ്മയുമായിട്ടുള്ള ഒരു ക്യാരക്ടർ കൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ വളർച്ചയ്ക്ക്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്കും അങ്ങനെയുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ഈ വാരം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം.